ഹലോ, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വരാം കേട്ടോ. അപ്പം നമുക്കിത് വായിക്കാൻ തുടങ്ങാം. യൂണിറ്റ് 3, പേജ് നമ്പർ 61. The spa at Toy was in a quiet, beautiful village on the sea surrounded by wooded hills. അവർ പോയിട്ടുണ്ടായിരുന്ന ടോയ് എന്ന് പറയുന്ന ആ ഒരു സ്പാ നിലനിന്നിരുന്നത് ക്വയറ്റ് എന്ന് പറയുമ്പോൾ നിശബ്ദമായ, സുന്ദരമായ, ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ, ആ കടലിൽ നിശബ്ദ സുന്ദരമായ ഒരു ഗ്രാമത്തിലായിരുന്നു. സറൗണ്ടഡ് ബൈ വൂഡഡ് ഹിൽസ്, ആ ഗ്രാമത്തിന് ചുറ്റും എന്തുണ്ടായിരുന്നു? മരങ്ങൾ നിറഞ്ഞ കുന്നുകളുണ്ടായിരുന്നു. വൂഡഡ് ഹിൽസ്, വുഡ് എന്ന് പറയുമ്പോൾ കാട്, മരങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. വൂഡഡ് ഹിൽസ്, മരങ്ങൾ നിറഞ്ഞ കുന്നുകളൊക്കെ ചുറ്റുമുണ്ടായിരുന്നു. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. ചെറിയൊരു വിശ്രമത്തിന് ശേഷം ടീച്ചേഴ്സ് എന്ത് ചെയ്തു? കുട്ടികളെ നീന്താനായിട്ട് ആ ഒരു കടലിലേക്ക് കൊണ്ടുപോയി. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. അവരുടെ സ്കൂളിലുണ്ടായിരുന്ന അങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നില്ല അത്. സോ ദേ വോർ ദെയർ സ്വിം സ്യൂട്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സ്വിം സ്യൂട്ടൊക്കെ ധരിച്ചിട്ടാണ് നീന്താനായിട്ട് പോയത്. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. ആ ഒരു ചുടുനീരുറവ, കടലിലെ ആ ചുടുനീരുറവ വളരെ അൺയൂഷ്വലായിരുന്നു, വ്യത്യസ്തമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. അത് ക്ലോസ് ചെയ്തതായിരുന്നില്ല, അത് ചുറ്റും ബന്ധിക്കപ്പെട്ടതായിരുന്നില്ല. സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. ആ ഒരു കടലിനെയും ആ ചുടുനീരുറവയെയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഒരു ലൈനോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. If you crouched down where you were told the hot spring was, the hot water came up to your neck. If you crouched down എന്ന് പറയുമ്പോൾ കുനിഞ്ഞു നിൽക്കുക. Where you were told the hot spring was, ആ ഒരു ചുടുനീരുറവയുള്ളിടത്ത് നമ്മൾ കുനിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മുടെ കഴുത്ത് വരെ എത്തുമെന്നാണ് പറയുന്നത്. The hot spring in the sea was most unusual. Why? Because there was no line separating the hot spring from the rest of the sea. It wasn't enclosed. It felt lovely, just like being in a hot bath. ആ ചുടുനീരുറവയിലുള്ള കുളി എന്ന് പറയുന്നത് ഒരു ചൂടുവെള്ളത്തിലുള്ള കുളി പോലെ സുഖകരമായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ സീഷോർ വാസ് സോ ഡെസേർട്ടഡ്. അവർ പോയ ആ ദിനങ്ങളിൽ, ഇൻ ദോസ് ഡേയ്സ് ദ സീഷോർ, കടൽ തീരം, വാസ് സോ ഡെസേർട്ടഡ്, വളരെ വിജനമായിരുന്നു. ഡെസേർട്ടഡ് എന്ന് പറയുമ്പോൾ അധികം ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുക, ഒരു മരുഭൂമി പോലെ. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അവരുടെ പ്രൈവറ്റ് ബീച്ച് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സ്വകാര്യമായ ഒരു ബീച്ചിൽ, നമ്മുടെ സ്വന്തം ബീച്ചിൽ ഇരിക്കുന്നത് പോലെ അത്ര സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നു. The children reveled in this unusual hot spring sea bathing. The children reveled. അവർ വളരെ എൻജോയ് ചെയ്തു, കുട്ടികൾ, ഇൻ ദ അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. ആ ഒരു കടലിലുള്ള കുളി, ആ ഒരു ചുടുനീരുറവയിലുള്ള കുളി കുട്ടികൾ വളരെ ആസ്വദിച്ചു. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles. വെള്ളത്തിൽ ഒരുപാട് നേരം കളിച്ച് വൈകുന്നേരമായപ്പോൾ അവർ വീട്ടിലേക്ക് പോയി. ആ സമയമാകുമ്പോഴേക്കും അവരുടെ വിരലുകളെല്ലാം ചുളിവുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചാൽ കൈകളിലൊക്കെ ചുളിവ് വരാറില്ലേ? അതുപോലെ. ഈച്ച് നൈറ്റ് വൺസ് ദേ വർ ടക്ഡ് ഇൻ ടു ദെയർ ക്വിൽസ്. ഓരോ രാത്രിയിലും അവർ അവർ ക്വിൽറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പുതപ്പുകൾ, കമ്പിളി പുതപ്പുകൾക്കുള്ളിൽ അവർ ചുരുണ്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്. കുട്ടികൾ അവരുടെ ഊഴമനുസരിച്ച് പ്രേതകഥകൾ പറഞ്ഞ് കിടന്നു. ടോട്ടോ ചാൻ ആൻഡ് ദി അതർ ഫസ്റ്റ് graders got so frightened that they cried. ടോട്ടോ ചാനെ പോലത്തെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ പേടിച്ച് അവർ കരയാൻ തുടങ്ങി. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് their tears they would ask,
ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? ആ കരച്ചിലിനിടയിലും അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു? പ്രേതകഥകൾ കേൾക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അല്ലേ അവരുടെ മനസ്സിൽ. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അവരുടെ സ്കൂളിൽ മുൻപൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ക്യാമ്പിംഗ്, സ്കൂളിനുള്ളിലുള്ള ക്യാമ്പിംഗ്, അതുപോലെ ബ്രേവറി ടെസ്റ്റ്, ധൈര്യപരീക്ഷ, അതിനേക്കാളൊക്കെ ഈ ഒരു 3-day സ്റ്റേ, ടോയ് സ്പായിലുള്ള 3 ദിവസത്തെ ഈ ഒരു അവധി ദിനങ്ങൾ വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഒരു ശരിക്കുള്ളൊരു ജീവിത അനുഭവം തന്നെയായിരുന്നു കുട്ടികൾക്ക്. There was a forest full of cicadas and a shop where you could buy popsicles. അവിടെ തന്നെ ഒരു കാടുണ്ടായിരുന്നു. ഒരു കാട് നിറയെ സിക്കാഡസ് എന്ന് പറയുമ്പോൾ ഒരു തരം പ്രാണിയാണ്, ചീവീട് പോലുള്ള ഒരു പ്രാണി. അത് നിറഞ്ഞ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഷോപ്പ് വേർ യു കുഡ് ബൈ പോപ്സിക്കിൾസ്, അവർക്ക് പോപ്സിക്കിൾസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അവർ ആ ബീച്ചിൽ വേറൊരാളെ കണ്ടു. ആരായിരുന്നു? ഒരു മനുഷ്യൻ. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബോട്ട് പണിയുകയാണ്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. ബോട്ടിൻ്റെ ഷേപ്പിലൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ ഒരു ദിനം തുടങ്ങുമ്പോൾ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ്, ഓരോ ദിവസവും അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റൺ ഡൗൺ ടു ദ ബീച്ച്, ആ ഒരു ബീച്ചിലേക്ക് ഓടിച്ചെന്ന്. എന്തിനു വേണ്ടി? ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അയാൾ ചെയ്യുന്നതിലുള്ള പുരോഗതി കാണാൻ, അയാൾ എന്തൊക്കെ ചെയ്തു ഒരു ദിവസം കൊണ്ട് അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു പുരോഗതി കാണാനായിട്ട് ഇവർ എല്ലാ ദിവസവും ഓടിച്ചെല്ലാറുണ്ടായിരുന്നു. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. ആ ഒരു മനുഷ്യൻ ടോട്ടോ ചാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്തായിരുന്നു? വെരി ലോങ് ആൻഡ് കേളി, അത് നീണ്ട് വളഞ്ഞ ഒരു വുഡ് ഷേവിങ്, ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം, ഒരു ചീന്ത് ടോട്ടോ ചാന് സമ്മാനമായി കൊടുത്തു. ഹൗ എബൌട്ട് എ സോവനീർ ഫോട്ടോഗ്രാഫ്? ആസ്ക് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വർ ടു ലീവ്. അവർ ടൂറൊക്കെ കഴിഞ്ഞ് പിരിയാൻ നേരത്ത് ഹെഡ് മാസ്റ്റർ ചോദിച്ചു, നമുക്കൊരു സോവനീർ ഫോട്ടോഗ്രാഫ്, നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഒരു ഫോട്ടോ എടുത്താലോ? They had never had a photograph taken of all of them together. അവർ എല്ലാവരും ചേർന്ന് ഇതുവരെയായിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദ ചിൽഡ്രൻ വേർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പോൾ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ള ഒരു ഐഡിയ കേട്ടിട്ട്. No sooner was the headmaster ready with his camera than someone had gone to the toilet. അതേ, ഹെഡ് മാസ്റ്റർ തൻ്റെ ക്യാമറയുമായിട്ട് റെഡിയായി നിന്നപ്പോഴേക്കും പെട്ടെന്നൊരാൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നി. Then someone else had his gym shoes on the wrong feet and had to change them around. മറ്റൊരു കുട്ടിയാണെങ്കിൽ തൻ്റെ ജിം ഷൂസ് തെറ്റായിട്ടാണ് കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ അത് മാറ്റാനുള്ള സമയം വേണമായിരുന്നു. When finally he said, "Is everyone ready?" One or two of the children were lying on the ground. എല്ലാവരുടെയും തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവസാനം ഹെഡ് മാസ്റ്റർ ചോദിച്ചു, "Is everyone ready?" എല്ലാവരും റെഡി അല്ലേ? 1 or 2 of the children were lying on the ground. 2-3 കുട്ടികൾ ആ നിലത്ത് കിടന്നുപോയി. They had become tired of holding their poses so long. എന്തുകൊണ്ടാണ് അവർ കിടന്നത്? അവർ കുറേ സമയം ഇങ്ങനെ പോസ് ചെയ്ത് അവർ ക്ഷീണിച്ചു പോയി. അങ്ങനെ അവർ നിലത്ത് കിടന്നുപോയി. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും റെഡിയാക്കി നിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിരുന്നു. കാരണം ഇവർ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായ ഓരോരോ കളികളും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം.
ഈ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് വളരെയധികം ദൈർഘ്യം പിടിച്ച ഒന്നായിരുന്നു. ഒരുപാട് നേരമെടുത്തു എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് കിട്ടാനായിട്ട്. But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. പക്ഷേ ആ തിരക്ക് പിടിച്ചെടുത്ത മടിയോടെ എടുത്ത ആ ഒരു ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, കടൽ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ആ ഒരു ഫോട്ടോഗ്രാഫ്, ആൻഡ് ഈ ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി, ഓരോ കുട്ടിയും അവർ പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇമേജിനേഷൻ അനുസരിച്ച് പോസ് ചെയ്ത ആ ഒരു ഫോട്ടോഗ്രാഫ് ബിക്കെയിം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അത് എന്തായി മാറി, വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ ഒരു സ്വത്തായി മാറി അവരെ സംബന്ധിച്ചിടത്തോളം. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അതിൽ ഒരാൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മകൾ വളരെ വലിയൊരു വെള്ളച്ചാട്ടം പോലെ, പ്രളയം പോലെ ഓർമ്മകൾ ഒഴുകിയെത്തുന്ന ഒരു തരം ഫോട്ടോഗ്രാഫായിരുന്നു അത്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ഒരിക്കലും മറന്നില്ല തൻ്റെ ആ ഒരു 3 ദിവസത്തെ ഒരു ഹാപ്പി, സന്തോഷകരമായ ആ ഒരു അവധിക്കാലം, സമ്മർ വെക്കേഷൻ ടോട്ടോ ചാൻ ഒരിക്കലും മറന്നില്ല. നമ്മളും അതുപോലെ തന്നെയല്ലേ അല്ലേ കൂട്ടുകാരെ? നമുക്ക് ട്രിപ്പ് പോവുക, ടൂറ് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതിലും സന്തോഷകരമായ മറ്റൊന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ട്രിപ്പിനെ പറ്റി ഒന്ന് എഴുതി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.